അല്ലു ദേവ് പോയ വഴിയെ നോക്കി പുറത്തേക്കിറങ്ങി. മനസ്സിൽ കരിങ്കൽ എടുത്തു വച്ചതുപോലെ ഭാരം തോന്നി അല്ലുവിന്. ഡ്രൈവിങ്ങിലും അവന്റെ ചിന്ത മുഴുവൻ ദേവ് പറഞ്ഞ ഓരോ വാക്കിലും കുടുങ്ങിപ്പോയി. ഒപ്പം അവന് വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോയി. കാരണം അവളോടുള്ള അവഗണന തന്റെ കുഞ്ഞുങ്ങളെ ചുമക്കുന്നവളാണ്. അതുപോലും പരിഗണിക്കാതെയാണ് താൻ. പോരാത്തതിന് അവളുടെ ആരോഗ്യം പോലും. അല്ലുവിന് ഓരോന്ന് ആലോചിച്ച് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. സ്റ്റിയറിംഗിൽ അല്ലു ഓരോന്ന് ആലോചിച്ച് ആഞ്ഞടിച്ചു. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഡ്രൈവ് ചെയ്ത് അല്ലു ക്രിസ്റ്റിയുടെ വീടിന് മുന്നിലെത്തി. അവന്റെ കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ നിയ പുറത്തേക്ക് വന്നു. അല്ലു അവളെ ഒന്ന് നോക്കി. അവൾ എങ്ങോട്ടോ പോകാൻ റെഡിയായി നിൽക്കുവാണ്. അല്ലു കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് പോയതും ക്രിസ്റ്റിയുടെ അച്ഛനും അമ്മയും ഇറങ്ങി വന്നു. കയറി വാ മോനെ. അല്ലു അവരെ നോക്കി പുഞ്ചിരിച്ചു. മോൻ പറഞ്ഞിട്ടാണോ ഓഫീസിലേക്ക് വരാൻ തയ്യാറായത്? അവൻ അവളെ ഒന്ന് നോക്കി. എന്തു മറുപടി പറയുമെന്ന് അറിയാതെ. ചാച്ചൻ പറഞ്ഞിട്ടില്ലമ്മേ. ഇച്ചായന്റെ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുവല്ലേ. അതുകൊണ്ട് ഞാനായിട്ട് തന്നെയാണ് പോകാൻ തീരുമാനിച്ചത്. ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. അവരെ നോക്കി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞ് അവൾ കാറിലേക്ക് കയറി. പതിവിലും വിപരീതമായ അവളുടെ സംസാരവും ചിരിയും ശബ്ദത്തിലെ മാറ്റവും അല്ലു ശ്രദ്ധിച്ചു. നിങ്ങൾ പേടിക്കേണ്ട, ഞാനല്ലേ കൊണ്ടുപോകുന്നത്. അവളെ ഒരിക്കൽ എൻ്റെ അശ്രദ്ധ കൊണ്ട് ആരൊക്കെയോ കൊണ്ടുപോയെന്ന് വെച്ച് എപ്പോഴും അങ്ങനെ സംഭവിക്കില്ല. അവൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് കാറിലേക്ക് കയറി. യാത്ര തുടങ്ങി കുറച്ചായി. ഒരാളൊഴിഞ്ഞ പ്രദേശം എത്തിയപ്പോൾ നിയ കാർ നിർത്താൻ പറഞ്ഞു. നിയ അവനെ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി. അല്ലു അവളുടെ പിന്നാലെ തന്നെ കാർ ഒതുക്കി ഇറങ്ങി. എന്താ മോളെ, എന്തെങ്കിലും വയ്യായ്ക ഉണ്ടോ? അവൻ ചെറിയ ടെൻഷനോടെ ചോദിച്ചു. നിയ മറുപടി പറയാതെ അവനെ നോക്കി. ക്രിസ്റ്റിച്ചായൻ എവിടെ? അവൾ അവൻ്റെ ചോദ്യം പാടെ അവഗണിച്ചുകൊണ്ട് മറു ചോദ്യം ചോദിച്ചു. അല്ലു ചെറിയ ഞെട്ടലോടെ അവളെ നോക്കി. അവൾ അവൻ്റെ മുഖത്ത് തന്നെ നോക്കുന്നുണ്ട്. മോളെ അവൻ. അല്ലു എന്തു പറയണമെന്ന് അറിയാതെ അവളെ നോക്കി. കള്ളം പറയാൻ ശ്രമിക്കണ്ട. എൻ്റെ ഇച്ചായൻ ജീവനോടെ ഉണ്ടെന്ന് മറ്റാരെക്കാളും എനിക്ക് നന്നായി അറിയാം. ചാച്ചനും അറിയാം എൻ്റെ ഇച്ചായൻ എവിടെ ഉണ്ടെന്ന്. പറയ്, ഇച്ചായൻ എവിടെ? നിയ ദേഷ്യത്തിൽ ചോദിച്ചു. മോളെ നീ. അല്ലു അവളെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നോട് കള്ളം പറയാൻ നോക്കരുത് ചാച്ച. അന്ന് അവിടെ നിങ്ങൾ മുഖം പോലും അവസാനമായി കാണാൻ സമ്മതിക്കാതെ അടയ്ക്കിയ ബോഡി എൻ്റെ ഇച്ചായൻ്റെ അല്ലെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട്. പോരാത്തതിന് ചാച്ചൻ എൻ്റെ മുഖത്ത് നോക്കുമ്പോഴുള്ള കുറ്റബോധം. ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചു തന്നെയാണ് ഇത്രയും ദിവസം നിന്നത്. ഇനി എന്നിൽ നിന്ന് മറക്കരുത്. എൻ്റെ ഇച്ചായൻ എവിടെ? അല്ലു അവളെ ഒന്ന് നോക്കി. സാർ, റയാൻ. മിഥുൻ ഏതനെ നോക്കി. അവനെ നോക്കണ്ട, അവൻ ആ അലക്സിൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവനെ ഇതിനു മുന്നേ എൻ്റെ ആളുകൾക്ക് കിട്ടേണ്ടതാണ്, ഏതൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മൾ? മിഥുൻ ചെറിയ പേടിയോടെ ചോദിച്ചു. നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് പങ്കില്ല. നമ്മൾ അറിയാതെ വലയിട്ടതും അതിൽ കുടുങ്ങിയതും അവനാണ്, ഏതൻ പറഞ്ഞു. അപ്പോഴേക്കും റീത്ത അങ്ങോട്ട് കയറി വന്നു. അവൾ വന്നപാടെ ദേഷ്യത്തിൽ ഒരു ലെറ്റർ എടുത്ത് ടേബിളിലിട്ടു. ദാ നോക്കടാ, നീ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കിടന്ന് കുറേ കുത്തിമറിഞ്ഞതല്ലേ. എൻ്റെ കല്യാണത്തിന് ഇനി ആകെ 15 ദിവസമേ ഉള്ളൂ. റീത്ത ദേഷ്യം കൊണ്ട് അലറുകയായിരുന്നു ഏതനോട്. മിഥുൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. നീ എന്ത് കോപ്പാടാ ഇത്രയും ദിവസമായിട്ട് ഉണ്ടാക്കിയത്? ഒരുത്തൻ കല്യാണം നീട്ടാൻ എന്നും പറഞ്ഞ് എൻ്റെ വല്യമ്മച്ചി വരും. എന്നിട്ടിപ്പോൾ അവൻ്റെ പൊടി പോലും കാണാനില്ല. റീത്ത ഏതനോട് പൊട്ടിത്തെറിക്കുമായിരുന്നു. നിർത്തടി. ഞാൻ പറഞ്ഞോ നിന്നോട് അവൻ്റെ കൂടെ ചെന്ന് കിടക്കാനും അവൻ്റെ മറ്റേടത്തെ പ്ലാൻ നടത്താനും? നീയും സൂക്ഷിച്ച് നടന്നോ. നിന്റെ അലക്സി ചായൻ എല്ലാം അറിഞ്ഞു കളി തുടങ്ങി. നിന്റെ മറ്റവൻ ഇപ്പോൾ അവൻ്റെ കസ്റ്റഡിയിലാണ്. ഏതൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് അവളൊന്ന് പതറി. അപ്പോൾ നീ എൻ്റെ കൂടെ നിന്നത്? റീത്ത ഞെട്ടലോടെ അവനോട് ചോദിച്ചു. കൂടെ നിന്നതല്ല, കൂടെ കിടന്നതാണെന്ന് പറയടി. നിന്റെ മറ്റവൻ്റെ കാലിനായിട്ട് നടക്കുന്നവനാണ് ഞാൻ. ആ എന്നെ നീ കൂട്ടുപിടിച്ചു. അത് നിന്റെ മണ്ടത്തരം, ഏതൻ പറഞ്ഞു. ഡാ, നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ? അവൾ ദേഷ്യത്തിൽ അവൻ്റെ ഷർട്ടിന് പിടിച്ചു. അതേടി, ചതിക്കുമായിരുന്നു. നീ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യ്, ഏതൻ അവളെ പിടിച്ചു തള്ളിക്കൊണ്ട് പറഞ്ഞു. അവൾ നിലത്തേക്ക് വീഴാൻ പോയപ്പോൾ മിഥുൻ പിടിച്ചു. റീത്ത അവൻ്റെ കൈ തട്ടിമാറ്റി ഏതനെ ദേഷ്യത്തിൽ ഒന്ന് നോക്കി അവളുടെ ബാഗുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ചാച്ച, എന്താ എൻ്റെ അച്ചായന് പറ്റിയേ? ഇച്ചായൻ എവിടെ? നീ വീണ്ടും വീണ്ടും ചോദിച്ചു. അല്ലു ഒന്ന് ശ്വാസം വലിച്ചുവിട്ട് സത്യങ്ങൾ പറയാൻ തുടങ്ങി. ഫാസ്റ്റ്. അന്ന് ഹോസ്പിറ്റലിലെത്തി നീ അവനെ കണ്ടു ഇറങ്ങിയപ്പോൾ ഡോക്ടർ സാഗർ വന്നു. അയാൾ എന്നോട് അവൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നോട് കയറി കണ്ടോളാനും പറഞ്ഞു. അല്ലു ഒന്ന് പറഞ്ഞു നിർത്തി. കയറി കണ്ടു. അവനപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉള്ളതായി തോന്നിയില്ല. ചെറു ചിരിയോടെ തന്നെയാണ് എന്നെ നോക്കി സംസാരിച്ചത്. കുറച്ചു കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറൊക്കെ പുറത്തു പോയപ്പോൾ അവൻ എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അല്ലു പറഞ്ഞു. ഇച്ചായ, ഈ ഡോക്ടർ സാനിയുടെ അങ്കിളാണ്. അവളുടെ പപ്പ എന്നെ കൊല്ലാൻ പറഞ്ഞു പോയി. എന്തോ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഇച്ചായനെ കാണാൻ ബഹളം വെച്ചത്, ക്രിസ്റ്റി പറഞ്ഞു. അന്ന് എനിക്ക് വന്ന ദേഷ്യത്തിന് അവനെ അപ്പോൾ തന്നെ അവിടെ വച്ച് ഞാൻ തീർത്തേണ്. പക്ഷേ അവിടെ വച്ച് ശരിയാവില്ലെന്ന് തോന്നി. കാരണം എൻ്റെ ചെക്കനെ കൊല്ലാൻ നിൽക്കുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കണ്ടേ? അല്ലു ഒന്ന് നിർത്തി. നീയ ബാക്കി കേൾക്കാൻ ആകാംക്ഷയോടെ നോക്കി. ബാക്കി അവിടെ നടന്നത് ഒരു കഥ പോലെ പറഞ്ഞു അല്ലു. എനിക്ക് ഡോക്ടറിനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്കിറങ്ങി.
നേരെ പോയി അവൻ്റെ കരണം നോക്കി രണ്ട് പൊട്ടിച്ചു. എന്നിട്ട് സത്യം പറയിച്ചു. ക്രിസ്റ്റിയുടെ ബോഡിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ആകെ ഉള്ളത് കുറച്ച് മുറിവ് മാത്രം. അത് ആഴത്തിലല്ല. സാൻഡ്രയുടെ അപ്പൻ സാമുവൽ, അവൻ പറഞ്ഞു ക്രിസ്റ്റിയെ കൊല്ലാൻ ഓഫർ ചെയ്തത് 10 ലക്ഷമായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അവൾ എൻ്റെ ചെക്കനെയല്ലേ കൊല്ലാൻ നോക്കിയത്. അതുകൊണ്ട് അവൾക്ക് പ്രിയപ്പെട്ട അവളുടെ ചാച്ചനെ ഞാനങ്ങെടുത്തു. എൻ്റെ ഗാർഡ്സ് അന്ന് അവനെ അവിടുന്ന് കൊണ്ടുപോയി. ആ സമയം തന്നെ അവൻ്റെ അപ്പൻ മക്കളെ രക്ഷിക്കാൻ അവിടെ എത്തിയിരുന്നു. അയാളെ അവിടെ കെട്ടിയിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എങ്ങനെയാണോ എൻ്റെ ചെക്കനെ അയാൾ കൊല്ലാൻ പറഞ്ഞത് അത് വെച്ച് തന്നെ അവനെ അങ്ങ് തീർത്തു. അവന് കൊടുത്ത ശിക്ഷ കൂടിപ്പോയി എന്ന് തോന്നിയില്ല. കാരണം അവൻ അത്ര നല്ലവനൊന്നും ആയിരുന്നില്ല. കുറച്ച് പെൺകുട്ടികളുടെ ജീവിതം തീർത്തു. പോരാത്തതിന് പെങ്ങളുടെ താളത്തിന് തുള്ളി നിന്ന ഒരു ചെറ്റയുടെ മുന്നിൽ കൊണ്ടിട്ട് കൊടുക്കാനും കൂടെ നിന്നു. അവൻ്റെ ബോഡി നിങ്ങളുടെ മുന്നിൽ ക്രിസ്റ്റിയുടെ ബോഡിയാണെന്ന് പറഞ്ഞ് എത്തിക്കണം. എങ്കിൽ അവൻ്റെ മുഖം മറയ്ക്കണം. അതിനാണ് അവയവദാനം എന്ന നാടകം നടത്തിയത്. പിന്നെയുള്ളതൊക്കെ നിങ്ങളൊക്കെ കണ്ടത് തന്നെയാണ്. പിന്നെ ക്രിസ്റ്റി, അവനെ മാറ്റി നിർത്തിയത് മറ്റൊരു കാരണം കൊണ്ടാണ്. സാമുവൽ ക്രിസ്റ്റിയെ കൊല്ലാൻ ഒരുത്തനെ മുംബൈയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അവൻ ഇവിടെയുണ്ട്. പക്ഷേ അവൻ എവിടെയാണെന്ന് ആ സാമുവലിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് അയാളിൽ നിന്ന് ആ വന്നവൻ ആരാ, അവൻ ഇപ്പോൾ എവിടെ, ഇതൊക്കെ അറിയണം. എന്നിട്ടേ ക്രിസ്റ്റിയെ പുറത്തിറക്കാൻ പറ്റൂ. അവനെ അറിഞ്ഞുകൊണ്ട് ഇനി കൊല്ലാനിട്ട് കൊടുക്കില്ല. അല്ലു പറഞ്ഞു നിർത്തിയത് നീയ കണ്ണൊക്കെ നിറച്ചു അവനെ നോക്കി. ഞാൻ കാരണമാണ് ചാച്ച, ഞാൻ കാരണം. ഞാൻ ക്രിസ്റ്റിച്ചാൻ്റെ ജീവിതത്തിൽ പോകാതെ ഇരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നമൊന്നും. അവൾ വിതുമ്പി. അല്ലു അവളെ ചേർത്ത് പിടിച്ചു. മോള് വിഷമിക്കണ്ട. കർത്താവ് എല്ലാം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. എല്ലാം അതുപോലെ നടക്കും. അല്ലു അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ഞാനും വന്നോട്ടെ ഓഫീസിലേക്ക്, നീയ പ്രതീക്ഷയോടെ ചോദിച്ചു. വാ. നിനക്ക് അവനെ കാണേണ്ടേ? അല്ലു സംശയത്തിൽ ചോദിച്ചു. വേണ്ട, ചാച്ചൻ പറഞ്ഞ പോലെ എല്ലാം അവസാനിച്ച ശേഷം കണ്ടാൽ മതി എനിക്ക്. അതുവരെ ഞാൻ കാത്തിരുന്നോളാം. എൻ്റെ ഇച്ഛായൻ ജീവനോടുണ്ടല്ലോ, എനിക്ക് അത് മതി. അവൾ ചെറു പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു. വാ പോകാം. പെട്ടെന്ന് നീയ അല്ലുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. സംശയത്തിൽ ഒന്ന് നോക്കി. റീത്ത, അവൾ മാറിയിട്ടില്ല. അന്ന് എന്നെ കൊണ്ടുപോകാൻ അവരെ സഹായിച്ചതും വല്യമ്മച്ചിയെ കൊല്ലാൻ കൂട്ടുന്നതുമൊക്കെ അവളാ. അവളെ വെറുതെ വിടരുത് ചാച്ച, നീയ പറഞ്ഞു. എനിക്കറിയാം മോളെ, മോളിത് ആരോടും പറയേണ്ട തൽക്കാലം. അവൾക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്, അല്ലു പറഞ്ഞു. നീയെ ചേർത്ത് പിടിച്ചു നടന്നു. ചാച്ച, പക്ഷേ കല്യാണം ഉടനെ? നീയ സംശയത്തിൽ ചോദിച്ചു. അതോർത്ത് മോൾ ടെൻഷൻ ആകണ്ട. നിന്റെ ചാച്ചന് ഒന്ന് പിഴച്ചുപോയി. അത് അവളെ വിശ്വസിച്ചതിന് കിട്ടിയതാണ്. അത് ഞാൻ തന്നെ മാറ്റിക്കോളാം, അല്ലു ഗൂഢമായ ചിരിയോടെ പറഞ്ഞു. രണ്ടുപേരും നേരെ ഓഫീസിലേക്ക് തിരിച്ചു. എബിയും റിയയും ദേവുമൊക്കെ ഓഫീസിൽ നേരത്തെ എത്തിയിരുന്നു. ദേവു അല്ലു വന്നത് കണ്ടുവെങ്കിലും മൈൻഡ് ചെയ്യാൻ പോയില്ല. കുറച്ചു കഴിഞ്ഞ് നീയ വരുന്നത് കണ്ടു. ദേവു അവളുടെ അടുത്തേക്ക് പോയി അവളെ ചേർത്ത് പിടിച്ചു കുറച്ചു സമയം സംസാരിച്ചു. അല്ലു ഇതൊക്കെ ക്യാബിനിൽ ഇരുന്ന് കാണുന്നുണ്ട്. അല്ലുവിന് അവളോട് സംസാരിക്കാനുണ്ട്. ക്രിസ്റ്റി ജീവനോട് ഉണ്ടെന്ന് അവളോട് പറഞ്ഞില്ലെങ്കിൽ ഇനി അതൊരു പ്രശ്നമാകുമെന്ന് അവന് തോന്നി. അവൻ ഫോണെടുത്ത് ദേവുവിനെ വിളിച്ചു ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു. സാർ. അവളുടെ വിളി കേട്ട് അവൻ അവളെ അടുത്തേക്ക് വിളിച്ചു. ദേവു അവനെ ഒന്ന് നോക്കി, പിന്നെ അടുത്തേക്ക് പോയി. ദേവു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൾ സംശയത്തിൽ അവനെ നോക്കി ചോദിച്ചു. എന്താ? നമുക്കൊന്ന് പുറത്തു പോയാലോ? അല്ലു ചോദിച്ചു. ദേവു അവനെ നോക്കി. ഇച്ചായ, ഞാൻ രാവിലെ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണോ ഇപ്പോൾ ഇങ്ങനെയെങ്കിൽ വേണ്ട. നിങ്ങൾ അറിഞ്ഞു തരുന്നതും ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ തരുന്ന സ്നേഹവും പരിഗണനയും രണ്ടും രണ്ടാ. ദേവു കുറച്ച് കടുപ്പിച്ചു പറഞ്ഞു. പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും അവൻ എണീറ്റ് അവളെ ചേർത്ത് പിടിച്ചു. ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചതെന്ന് എനിക്ക് അറിയാം ദേവു. ഇനി അങ്ങനെ ഉണ്ടാവാതെ ഇരിക്കാൻ ഞാൻ ശ്രമിക്കും. അതിനുവേണ്ടി തന്നെയാണ് എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്. പ്ലീസ്, താൻ എൻ്റെ ഒപ്പം വാ. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. താൻ പുറത്തേക്ക് വാ. അവൾ അവനെ നോക്കി ഒരിക്കൽ കൂടെ പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ കാറിൻ്റെ കീ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി എബിയെ വിളിച്ചു. എല്ലാം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് കൂടെ പറഞ്ഞു. ദേവു സന്തോഷത്തോടെയാണ് അവനോടൊപ്പം യാത്ര ചെയ്തത്. കുറച്ചു ദൂരം എത്തിയപ്പോൾ അവൻ ക്രിസ്റ്റിയെക്കുറിച്ചും ഉണ്ടായ ഓരോ കാര്യങ്ങളെപ്പറ്റിയും സംസാരിച്ചു. ദേവു എല്ലാം ഞെട്ടലോടെയാണ് കേട്ടത്. അവൾക്ക് അത്ഭുതം തോന്നി. ഒപ്പം ക്രിസ്റ്റി ജീവനോടെ ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. എന്തിൻ്റെ പേരിലായാലും നിന്നോട് കാണിച്ച അവഗണന അത് തെറ്റ് തന്നെയാണ് ദേവു. ചെയ്തു പോയി തിരുത്താനാകില്ല. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അല്ലു പറഞ്ഞു. അവളുടെ പരിഭവം അവിടെ കഴിഞ്ഞു. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അധികം വളരാൻ അനുവദിക്കാതെ പരസ്പരം പറഞ്ഞു നിർത്താൽ പിന്നെ ആ പ്രശ്നം നീണ്ടു പോകില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി ഇരുന്നാൽ പിന്നെ ചെയ്യുന്നതെല്ലാം തെറ്റാകും. വലിയ പ്രശ്നമുണ്ടാകും. അത് അവസാനം ചിലപ്പോൾ വേർപിരിയൽ വരെ എത്തിയേക്കാം. ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ സന്തോഷം തോന്നി. അവളുടെ സന്തോഷം കണ്ടപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് വഴിയിൽ വെച്ച് റംബൂട്ടാൻ കണ്ടു. അത് വേണമെന്ന് അവൾ വാശി പിടിക്കുന്നത്. അല്ലു അവളെ സൂക്ഷിച്ചു നോക്കി. പ്ലീസ് ഇച്ചായ, ഗർഭിണി എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നടത്തി കൊടുക്കണമെന്ന് പണ്ടുള്ളവർ പറയുന്നത്. അല്ലെങ്കിൽ പിള്ളശാപം കിട്ടും.
വയറ്റിൽ തടവിക്കൊണ്ട് നിഷ്കുഭാവത്തിൽ ദേവു പറഞ്ഞു. അവനൊരു പുഞ്ചിരിയോടെ വണ്ടി സൈഡിൽ ഒതുക്കി. ഞാൻ പോയി വാങ്ങി വരാം, അടങ്ങി ഇവിടെ ഇരുന്നോണം, അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ് ദേവു തലകുലുക്കി സമ്മതിച്ചു. അല്ലു അങ്ങോട്ട് പോയപ്പോൾ അവിടെ നല്ല തിരക്കുള്ളത് കൊണ്ട് അല്ലുവിന് കുറച്ചു സമയം അവിടെ നിൽക്കേണ്ടി വന്നു. അല്ലു വെയിൽ കൊണ്ട് നിൽക്കുന്നത് കണ്ട് ദേവുവിന് പാവം തോന്നി. അവളൊരു ചിരിയോടെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് അല്ലുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് ഒന്ന് സംശയത്തിൽ നോക്കി, പിന്നെ കോൾ എടുത്തു. ഹലോ, അല്ലു ഗൗരവത്തിൽ പറഞ്ഞു. ഹലോ, നമസ്കാരം, അലക്സ് ഡേവിഡ് പാലക്കൽ. സുഖമല്ലേ? പരിചയമില്ലാത്ത ശബ്ദം കേട്ട് അല്ലുവിൻ്റെ കണ്ണ് കുറുകി. ആരാടാ ഇത്? അല്ലു ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ ആരെങ്കിലും ആകട്ടെ, എന്താ ഭാര്യയും കൊണ്ട് കറങ്ങാനിറങ്ങിയതാണോ? അല്ലു ദേവുവിനെ നോക്കി. അവൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി അവനെ നോക്കി നിൽപ്പുണ്ട്. കാറിൽ കയറിയിരിക്കാൻ അവൻ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു. ദേവു അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. നീ അവളെ കാറിൽ കയറ്റി എവിടെ കൊണ്ട് പോവുക? അവളെ ആ വെള്ള ഡ്രസ്സിൽ കാണാൻ ഒരു പാവക്കുട്ടിയെ പോലെയുണ്ട്, അയാൾ വഷളൻ സ്വരത്തിൽ പറഞ്ഞു. ആരാടാ നീ? കുറേ നേരമായല്ലോ. ശബ്ദം താഴ്ത്തി ദേഷ്യത്തിൽ തന്നെ അല്ലു ചോദിച്ചു. ഞാൻ ഫെഡറിക് ഫിലിപ്പ് മുംബൈ. ആ പേര് കേട്ടതും അല്ലുവിൻ്റെ നെഞ്ചു പിട. അവൻ വേഗം ദേവുവിനെ നോക്കി. അവൾ ഫോണിൽ ആരോടോ സംസാരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു കാർ ഒതുക്കിയിട്ടിട്ടുണ്ട്. അല്ലു വേഗം കോൾ കട്ടാക്കി അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും ദേവുവിൻ്റെ കയ്യിലേക്ക് കാറിൽ നിന്ന് ഇറങ്ങിയ മുഖംമൂടി ധരിച്ച ഒരാൾ ഷൂട്ട് ചെയ്തു. ദേവു! അല്ലു അലറി വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി. അല്ലു ഐസുവിന് മുന്നിൽ അക്ഷമയോടെ കാത്തിരിപ്പുണ്ട്. അവൻ്റെ അടുത്ത് തന്നെ എബിയും ഡെബിയും ഇരിപ്പുണ്ട്. അല്ലുവിൻ്റെ കയ്യിലും ദേഹത്തുമൊക്കെ ചോര ഉണങ്ങിപ്പിടിച്ചിരിപ്പുണ്ട്. അവൻ ദേവുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തും മുന്നേ ഡെബിയും എബിയും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അവരോട് ഒരാൾ വിളിച്ചു പറഞ്ഞതാണത്രേ ദേവുവിന് ആക്സിഡൻ്റ് ആയെന്ന്. പക്ഷേ അല്ലുവിൻ്റെ കയ്യിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ദേവുവിനെ കണ്ടപ്പോൾ മനസ്സിലായി അത് ആക്സിഡൻ്റ് അല്ലെന്ന്. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു. അപ്പോഴും അല്ലു അനങ്ങിയില്ല. എബിയും ഡെവിയും ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി. ഡോക്ടർ, മോൾക്ക്? ഡെവി ചോദിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ് ബുള്ളറ്റ് അധികം ആഴത്തിൽ എത്തിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ, ദേവുവിൻ്റെ വയറ്റിലെ കുഞ്ഞുങ്ങൾ? എബി സംശയത്തോടെ ചോദിച്ചു. പേടിക്കേണ്ട, കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, അമ്മയും കുഞ്ഞുങ്ങളും സേഫാണ്. പിന്നെ ഇത് പോലീസിൽ അറിയിക്കേണ്ട പ്രശ്നമാണ്. പിന്നെ സാർ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഡോക്ടർ അവിടെ നിന്ന് പോയതും അല്ലു അവൻ്റെ ഫോൺ എടുത്ത് എബിയുടെ കയ്യിൽ കൊടുത്തു. കാറിൻ്റെ കീയുമായി പുറത്തേക്ക് പാഞ്ഞു. എബി പുറകെ പോയി. എങ്കിലും എബി എത്തും മുന്നേ അല്ലു കാറെടുത്ത് പോയിരുന്നു. അല്ലു നേരെ പോയത് ഗോഡൗണിലേക്കായിരുന്നു. അവൻ്റെ ചോരയിൽ കുളിച്ചുള്ള വരവ് കണ്ടപ്പോൾ തന്നെ സാമുവൽ പുച്ഛം നിറഞ്ഞ ചിരി അവന് സമ്മാനിച്ചു. വീരശൂര പരാക്രമിയുടെ ഭാര്യയ്ക്ക് സുഖം തന്നെയല്ലേ? അതോ അതും അതിൻ്റെ വയറ്റിലുള്ളതും? ചോദിച്ചു തീർന്നതും അല്ലു അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. ആ ചെയറോടെ മറിഞ്ഞു വീണ് ചെയർ ചിന്നിച്ചിതറി. അല്ലു അയാളുടെ ഷർട്ടിനു പിടിച്ചു നേരെ നിർത്തി അയാളുടെ വയറ്റിലേക്ക് കൈമുറുക്കി ഇടിച്ചു. അയാൾ വേദന കൊണ്ട് പുളഞ്ഞു വിളിച്ചു. അയ്യോ, എൻ്റെ പപ്പയെ ഒന്നും ചെയ്യല്ലേ, അയ്യോ പപ്പ, പപ്പ. സാനി അടുത്തിരുന്ന് അലറി വിളിച്ചു പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷേ അതൊന്നും അല്ലുവിൻ്റെ ചെവിയിലെത്തിയില്ല. കവിളിൽ മാറി മാറി അടിച്ചു. അയാളുടെ കവിളും ചുണ്ടുമൊക്കെ പൊട്ടി ചോര പൊടിഞ്ഞു. എന്നിട്ടും കലി തീരാതെ ഇട്ട് പഞ്ച് ചെയ്തു. അപ്പോഴേക്കും കൊഴുത്ത ചോര ഒഴുകാൻ തുടങ്ങി. അല്ലു അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സിനോട് ഒരു ചെയർ കൊണ്ടുവരാൻ പറഞ്ഞു. അതിലേക്ക് സാമുവലിനെ ഇരുത്തി. അയാൾക്ക് ഒന്ന് നിവർന്നു നോക്കാൻ കൂടെ ആവതില്ലായിരുന്നു. പോയി മുളക് പൊടിയും കുരുമുളക് പൊടിയും മിക്സ് ചെയ്തു കൊണ്ടുവാ, അല്ലു ഉറക്കെ വിളിച്ചു പറഞ്ഞു. കേൾക്കേണ്ട താമസം അവർ പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഒരു ബൗൾ നിറച്ച് മിക്സ് കൊണ്ട് അല്ലുവിൻ്റെ കയ്യിൽ കൊടുത്തു. ഇവൻ്റെ കയ്യോ കാലോ അനങ്ങരുത്. അല്ലുവിൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പൈശാചിക ഭാവം എല്ലാവർക്കും പേടി തോന്നി. അവൻ പറഞ്ഞ പോലെ ചെയ്തു. അല്ലു മിക്സ് കയ്യിൽ ഒരു പിടി വാരിയെടുത്തു. എൻ്റെ പപ്പയെ ഒന്നും ചെയ്യല്ലേ, ഇനി ഞങ്ങൾ ഒന്നിനും വരില്ല, സാനി അവിടെ ഇരുന്ന് അലറി വിളിച്ചു പറഞ്ഞു. അല്ലു ഗാർഡ്സിനെ നോക്കി കണ്ണു കാണിച്ചു. ഒരാൾ ടേപ്പ് എടുത്ത് അവളുടെ വായിൽ ഒട്ടിച്ചു വെച്ചു. അല്ലു ആ മിക്സ് കൊണ്ട് സാമുവലിന് ചുറ്റും നടന്നു. മോനെ സാമുവലേ, നിന്നെപ്പോലെ പല തന്തയ്ക്ക് പിറന്നവർമാരാണ് ഒരു ഗർഭിണി പെണ്ണിനെ പോലും ഒരു ദയയുമില്ലാതെ ഇങ്ങനെ കൊല്ലാൻ ആളെ വെക്കുന്നത്. ഞാൻ കരുതി നീ എൻ്റെ അനിയത്തിക്കെതിരെയോ ക്രിസ്റ്റിക്കെതിരെയോ ആണ് മറ്റവനെ ഇറക്കിയതെന്ന്. പക്ഷേ നീ എൻ്റെ പെണ്ണിനെ തൊടാൻ ആളെ വെച്ചു, അല്ലു പറഞ്ഞു നിർത്തി. ചെകുത്താൻ്റെ പെണ്ണിനെ തൊട്ടാൽ എന്താ സംഭവിക്കുന്നതെന്ന് നിനക്കറിയണ്ടേ? അവൻ്റെ ശബ്ദവും ഷൂവിൻ്റെ ശബ്ദവും കൂടെ ആയപ്പോൾ എന്തോ ഒരു വല്ലാത്ത ഭയം രണ്ടുപേരിലും നിറഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ രണ്ട് നിമിഷം വേണ്ടി വന്നു. സംസാരം അവസാനിച്ചതും അല്ലു ആ മിക്സ് വിതറി. ചൂടുചോര ഒഴുകുന്ന മുറിവിലേക്ക് ആ മിക്സ് വീണപ്പോൾ വേദനയും നീറ്റലും കാരണം അയാൾ പിടഞ്ഞു. എന്നെ അഴിച്ചുവിട്, വെള്ളം, വെള്ളം, അയാൾ അലറി വിളിച്ചു. അല്ലു പുച്ഛച്ചിരിയോടെ സാനിയെ നോക്കി. അവൾ ആലില പോലെ ഇരുന്ന് വിറയ്ക്കുന്നുണ്ട്. അഴിച്ചുവിടടാ, സാമുവൽ അലറി. നിനക്ക് നീറുന്നുണ്ടോ? വേദന തോന്നുന്നുണ്ടോ? അലറിക്കരയാൻ തോന്നുന്നുണ്ടോ? അല്ലി അയാളുടെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അയാൾ ഉറക്കെ വിളിച്ചു. വിളിക്കടാ, ഉറക്കെ വിളിക്ക്. എൻ്റെ പെണ്ണ് എൻ്റെ കയ്യിൽ കിടന്ന വേദന കൊണ്ട് ഇതുപോലെ പുളഞ്ഞ്, അറിയോ? നിന്റെ ഈ വിളി കേട്ടിട്ട് ഞാൻ എൻ്റെ പെണ്ണിനെ കാണുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതാ. നിന്റെ മരണം നീ ആഗ്രഹിക്കും, പക്ഷേ നടക്കില്ല.
നീ ചെയ്തു കൂട്ടിയ നിന്റെ മോൻ ചെയ്ത പാപത്തിന്റെ എല്ലാം നിന്നിലൂടെ തീർക്കും ഞാൻ. അല്ലു അയാളെ നോക്കി പറഞ്ഞു. എന്നിട്ട് ഗാർഡ്സിനെ നോക്കി. കുറച്ച് ഉപ്പ് കൂടെ വാരി വിതറിയേക്ക്. 1 മണിക്കൂർ കഴിഞ്ഞ് ഇളം ചൂടുവെള്ളം തലവഴി ഒഴിക്കണം. അത് മുഴുവൻ ഇവന്റെ ശരീരം നനച്ച ശേഷം ഇവന്റെ കെട്ട് ലൂസാക്കണം. ഇവന്റെ വിളി ഈ മോള് കേൾക്കണം, കാണണം, അല്ലു പറഞ്ഞു. സാനി പേടിയോടെ അല്ലുവിനെ നോക്കി. അല്ലു സാനിയുടെ അടുത്തേക്ക് പോയി. നിന്റെ അവസ്ഥ ഇതിലും ഭീകരമായിരിക്കും, കാത്തിരുന്നോ നീ. സാനി പേടിയോടെ അവനെ തലവഴി ചെറു ചൂടുവെള്ളം എടുത്തൊഴിച്ചു കൊടുക്കുക. അവന്റെ വേദന കൊണ്ടുള്ള വിളി നിലയ്ക്കാതെ ഇവിടെ മുഴങ്ങട്ടെ. ആദ്യം അത് കഴിഞ്ഞ് ഉപ്പ് വിതറിയാൽ മതി, അല്ലു പറഞ്ഞുകൊണ്ട് ഒരു ചെയർ വലിച്ചിട്ടിരുന്നു. എന്നിട്ട് മുന്നിലേക്ക് വീണുകിടന്ന മുടി മാടി ഒതുക്കി വെച്ചിട്ട് സാമുവിന്റെ പിടയലും വിളിയും ആസ്വദിച്ചുകൊണ്ട് ഒരു സിഗരറ്റ് പുകയ്ക്കാൻ തുടങ്ങി. പലരും പറഞ്ഞു കേട്ട ചെകുത്താനെ ആദ്യമായി സാനി കണ്ടു.